കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ പ്രധാനപ്പെട്ട ആന ക്യാമ്പായ ദുബാരയിൽ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന കാഞ്ചൻ എന്ന ആന മറ്റൊരാനയായ മാർത്താണ്ഡയെ കുത്തിക്കൊന്നു എന്ന വാർത്ത നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ വിഷ്വൽസ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. കാഞ്ചൻ എന്ന ആന ഇതാദ്യമായിട്ടല്ല മറ്റുള്ള ആനകളെ ആക്രമിക്കുന്നത്. മുൻപ് ദസറ ആഘോഷങ്ങൾക്ക് കൊണ്ടുവന്നപ്പോഴും ദുബാരെ ആനക്യാമ്പിൽ വച്ച് തന്നെ മറ്റൊരാനയെ അവൻ കുത്തി പരിക്കേൽപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ കാവേരി നദിയിൽ കുളിപ്പിക്കുന്നതിനിടയിൽ കാഞ്ചൻ കുത്തിക്കൊലപ്പെടുത്തിയ മൂഴയാന മാർത്താണ്ഡ ഒരു കാലത്ത് കില്ലാടി ആനയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശ്വാസമുണ്ടാകില്ല. കാരണം കാവേരി നദിയിൽ വച്ച് കാഞ്ചൻ കുത്തുമ്പോൾ യാതൊരുവിധ ചെറുത്തുനിൽപ്പിനും തയ്യാറാകാതെയാണ് മാർത്താണ്ഡ കുത്തുകൊണ്ടോടിയത്. ഓടിയ മാർത്താണ്ഡയുടെ പുറകെ ഓടിയാണ് വീണ്ടും വീണ്ടും കാഞ്ചൻ അവനെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇനി കാഞ്ചന്റെ കുത്തുകൊണ്ട് ചെരിഞ്ഞ മാർത്താണ്ഡ എന്ന ആനയെപ്പറ്റി പറയാം. നമ്മുടെ അരിക്കൊമ്പനെ ആദ്യം പെരിയാർ കടുവാ സംഗീതത്തിലേക്ക് കാടുമാറ്റുമ്പോൾ അവൻ തിരികെ വരുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതിനു കാരണം കർണാടകയിൽ സമാനമായ രീതിയിൽ ഒരു കാട്ടാനയെ 100 കിലോമീറ്റർ അകലത്തിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ അത് അവന്റെ ആവാസ സ്ഥലത്ത് മടങ്ങിയെത്തിയതായി നമ്മൾ കേട്ടിരുന്നു. ആ ആനയുടെ കാര്യം TV ചാനലുകളിലൂടെ നമ്മോട് പറഞ്ഞത് ഡോക്ടർ അരുൺ സക്കറിയായിരുന്നു. 100 കിലോമീറ്ററോളം അകലത്തിൽ കൊണ്ടുപോയി വിട്ടപ്പോഴും മടങ്ങിയെത്തിയ ആ കാട്ടാനയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട മാർത്താണ്ഡ എന്ന മൂഴയാന. കർണാടകയിൽ നിരവധി കാട്ടാനകളെ പിടികൂടിയിട്ടുള്ള ഹാസൻ ജില്ലയിലെ സക്ലേഷ്പൂർ ഗ്രാമത്തിലെ പ്രധാന ശല്യക്കാരനാനയായിരുന്നു മാർത്താണ്ഡ. അന്ന് 50 വയസ്സിന് മുകളിൽ ഇവന് പ്രായമുണ്ടായിരുന്നു. നെല്ല് ഭക്ഷിക്കുവാനായി ഇവൻ നിരവധി വീടുകളാണ് ആ ഗ്രാമത്തിൽ തകർത്തത്. നെല്ല് കള്ളൻ എന്ന ഓമന പേരിലായിരുന്നു അക്കാലത്ത് ഈ മൂഴയാന അറിയപ്പെട്ടത്. 2022 ജൂണിലാണ് മാർത്താണ്ഡയെ ആദ്യമായി പിടികൂടി റേഡിയോ കൂളർ ധരിപ്പിച്ച് ബന്ദിപ്പൂർ വനത്തിലേക്ക് വിട്ടത്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 100 കിലോമീറ്ററോളം സഞ്ചരിച്ച് അവൻ വീണ്ടും ഹാസൻ ജില്ലയിൽ എത്തുകയായിരുന്നു. തുടർന്ന് 2023 മേയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവനെ സ്ഥിരമായി പിടികൂടി ആനക്യാമ്പിൽ നിർത്തി ചട്ടം പഠിപ്പിച്ച് ഇണക്കുകയായിരുന്നു. ഒരു കാലത്ത് മനുഷ്യനുമായി സ്ഥിരം പ്രശ്നക്കാരനായിരുന്നുവെങ്കിലും ചട്ടം പഠിച്ചതോടെ ആളൊരു പാവത്താനായി മാറി. ക്യാമ്പിലെ എല്ലാ ആനക്കാർക്കും അവനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഇതിനിടയിൽ അവന് പരിശീലനവും നൽകിയിട്ടുണ്ട്. എന്തായാലും കാഞ്ചൻ എന്ന ആനയുടെ ആക്രമണത്തിൽ കർണാടക വനം വകുപ്പിന് നഷ്ടമായത് വളരെ മികച്ചൊരു കുങ്കിയാനയാണ്.